പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 27 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടോ, അവിടെ കറണ്ട് അഫേഴ്സ് ഉണ്ട്. കറണ്ട് അഫേഴ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏതൊരു എക്സാമിലും. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കോൺഫിഡൻസ് ലഭിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഹെൽത്ത് സ്കീം ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ മോദി ഫോർ ദ ഫാമിലീസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഓൺ 26 ഡിസംബർ 2020? 2020 ഡിസംബർ 26 ജമ്മു കാശ്മീരിലെ കുടുംബങ്ങൾക്കായി പ്രധാനമന്ത്രി മോദി ആരംഭിച്ച ആരോഗ്യ പദ്ധതിയുടെ പേര്? ആയുഷ്മാൻ ഭാരത് PMJ സെഹാത്ത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സെഹാത്ത് സ്കീമാണ് 21 ലക്ഷം ഫാമിലീസിന് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 5 ലക്ഷം രൂപ വരെ ഫ്രീ ട്രീറ്റ്മെൻറ്റ് JNKയിലെ എല്ലാ ഫാമിലീസിനും ഈ സ്കീം പ്രകാരം ലഭിക്കും. The train between which stations will be flagged off by Prime Minister Modi as the 100th Kisan Rail on 28 December 2020? ഏതു സ്റ്റേഷനുകൾക്കിടയിലുള്ള ട്രെയിൻ 2020 ഡിസംബർ 28 പ്രധാനമന്ത്രി മോദി 100ാമത്തെ കിസാൻ റെയിൽ ആയി ഫ്ലാഗ് ഓഫ് ചെയ്യും? സംഗോല ഇൻ മഹാരാഷ്ട്ര ടു ഷാലിമാർ ഇൻ വെസ്റ്റ് ബംഗാൾ. 100ാമത്തെ കിസാൻ റെയിൽ സർവീസ് സംഗോല മഹാരാഷ്ട്രയിൽ നിന്ന് ഷാലിമാർ വെസ്റ്റ് ബംഗാൾ വരെയായിരിക്കും. ആദ്യത്തെ റെയിൽ സർവീസ് കിസാൻ റെയിൽ സർവീസ് ദേവ്ലാലി മുതൽ ദാനാപൂർ വരെ 2020 ഓഗസ്റ്റ് 7 ആരംഭിച്ചു. ഇൻ വിച്ച് സ്റ്റേറ്റ് ഇന്ത്യസ് ഫസ്റ്റ് ടൈഗർ റിസർവ് ഹോട്ട് എയർ ബലൂൺ സഫാരി launched on 25 December 2020? 2020 ഡിസംബർ 25 ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവ റിസർവ് ഹോട്ട് എയർ ബലൂൺ സഫാരി ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. രാജ്യത്തെ ആദ്യത്തെ ഹോട്ട് എയർ ബലൂൺ വന്യജീവി സഫാരി 2020 ഡിസംബർ 25 ലോക പ്രശസ്ത ബൻഡൌഗഡ് ടൈഗർ റിസർവിൽ മധ്യപ്രദേശ് വനം മന്ത്രി വിജയ് ഷാ ആരംഭിച്ചു. ഇൻ വിച്ച് മെട്രോ വിൽ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ഇന്ത്യസ് ഫസ്റ്റ് ഡ്രൈവർലെസ് ട്രെയിൻ ഓൺ 28 ഡിസംബർ 2020? 2020 ഡിസംബർ 28 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവറില്ല ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഏത് മെട്രോയിലാണ്? ഡൽഹി മെട്രോ. 2020 ഡിസംബർ 28 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യും. ഇത് ഡൽഹി മെട്രോയിലെ ജനക്പുരി വെസ്റ്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെ ആയിരിക്കും. ബൈ വിച്ച് ഇയർ ഇന്ത്യ ഈസ് എക്സ്പെക്റ്റഡ് ടു ബിക്കം ദി വേൾഡ്സ് 5th ലാർജസ്റ്റ് ഇക്കോണമി ആസ് പെർ ദ സെൻറ്റർ ഫോർ ഇക്കോണമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് CEBR. സെൻറ്റർ ഫോർ ഇക്കോണമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് പ്രകാരം ഏത് വർഷത്തോടെ ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു? 2025. സെൻറ്റർ ഫോർ ഇക്കോണമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് 2020 ഡിസംബർ 26 പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ട് പ്രകാരം യുണൈറ്റഡ് കിങ്ഡത്തെ മറികടന്ന് 2025 ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ ഹാസ് ബീൻ സെലക്റ്റഡ് ആസ് ദി ബെസ്റ്റ് പെർഫോമിംഗ് മുനിസിപ്പൽ കോർപ്പറേഷൻ ബൈ ദി യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്? കേന്ദ്ര നഗര മന്ത്രാലയം ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത്? വിശാഖപട്ടണം. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ മിഷൻ നടപ്പാക്കിയതിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച വാർഷിക അവാർഡുകളിൽ വിശാഖപട്ടണം
മികച്ച പ്രകടനം കാഴ്ചവെച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. The Odisha government has launched a career portal for secondary and higher secondary students in collaboration with which international organization? ഏത് അന്താരാഷ്ട്ര സംഘടനയുമായി സഹകരിച്ച് ഒഡീഷ സർക്കാർ സെക്കൻഡറി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഒരു കരിയർ പോർട്ടൽ ആരംഭിച്ചു? യുനിസെഫുമായി ഒഡീഷ ഗവൺമെൻറ് ഒരു പുതിയ കരിയർ പോർട്ടൽ ആരംഭിച്ചു. ഇത് പ്രകാരം 550ഓളം കരിയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ പോർട്ടൽ ഉണ്ടായിരിക്കും. 17,000+ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ്, വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും ഈ പോർട്ടലിൽ ഇൻഫർമേഷൻസ് ലഭിക്കും. The license of which local area bank in Maharashtra has been cancelled by the Reserve Bank of India (RBI) on 24 December 2020. 2020 ഡിസംബർ 24 മഹാരാഷ്ട്രയിലെ ഏത് ലോക്കൽ ഏരിയ ബാങ്കിൻ്റെ ലൈസൻസ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റദ്ദാക്കി? സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്ക്. മഹാരാഷ്ട്രയിലെ കോലാപ്പൂരിലുള്ള സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്കിൻ്റെ ലൈസൻസാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020 ഡിസംബർ 24 റദ്ദാക്കിയത്. ഇൻ വിച്ച് സിറ്റി ഇന്ത്യസ് ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഇസ് ഗോയിങ് ടു കം അപ്പ് where India will be hosting the 2023 World Cup Games? 2020 ലോകകപ്പ് ഗെയിംസിന് ഇന്ത്യ ആതിഥേയം വഹിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏത് നഗരത്തിലാണ് വരാൻ പോകുന്നത്? റൂർക്കല. ഒഡീഷയിലെ റൂർക്കല എന്ന സിറ്റിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം വരാൻ പോകുന്നത്. ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക് ഒഡീഷയിലെ 2020 ഡിസംബർ 24 ഇത് പ്രഖ്യാപിച്ചു. ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 20,000 പേർ ആയിരിക്കും. 2023 വേൾഡ് കപ്പ് ഹോക്കി മത്സരം വരാൻ പോകുന്ന സ്റ്റേഡിയത്തിൽ നടത്തും. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. Thank you very much.